ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കമ്പനി ബോർഡ് LGSൻ്റെ 61ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടിനായി നമ്മുടെ ടെലഗ്രാം ഫാമിലിയിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കേരള ജോഗ്രഫീനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്. ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും അവൈലബിൾ ആണ്. നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നദികളും കായലുകളെക്കുറിച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിലോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? നദികളായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നദികൾ എന്ന് പറയുമ്പോൾ അതിന് ഏകദേശം എത്ര കിലോമീറ്റർ എങ്കിലും അതിന് നീളമുണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികളായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താ? 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത്? നദികളായിട്ട് പരിഗണിക്കുന്നത്. നമുക്ക് നോക്കാം കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 44 എണ്ണമാണ് കേരളത്തിലെ നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈനർ റിവേഴ്സ് 40ഉം മീഡിയം റിവേഴ്സ് എന്ന് പറയുന്നത് 4 എണ്ണവുമാണ്. അപ്പോൾ കേരളത്തിലെ മീഡിയം നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇതാണ് കേരളത്തിലെ മീഡിയം നദികൾ എന്ന് പറയുന്നത്. എന്നാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 41 എണ്ണമാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 41 എണ്ണമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. കമ്പനി ബോർഡ് LGSന് ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ചോദ്യങ്ങളും ഇടയ്ക്കൊക്കെ വരും. ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നമുക്കിതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് താഴെ പറയുന്നവയിൽ കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ചോദിക്കാം പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 3 എണ്ണമാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്ന് പറയുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? നല്ല ചോദ്യമാണ്, സിമ്പിളാണ്. എത്രയാണ്? 11 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ കേരളത്തിൽ എത്ര എണ്ണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 11 എണ്ണമാണ് 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നദികൾ മലിനമാകുന്നവർക്ക് 3 വർഷം വരെ, അതായത് നദികൾ നമ്മൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ഏർപ്പെടുത്തിയ ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണെന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. അപ്പോൾ നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാ? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെ നമുക്ക് എന്തായി വിളിക്കും? ആ നദികൾ എന്നാണ് പറയുന്നത്. കേരളത്തിലെ നദികളുടെ എണ്ണം നമ്മൾ പറഞ്ഞു 44 എണ്ണമാണ്. അതിൻ്റെ അകത്ത് മൈനർ റിവേഴ്സ് എന്ന് പറയുന്നത് 40 എണ്ണവും മീഡിയം റിവേഴ്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണെന്നുള്ളത് പറഞ്ഞു. കേരളത്തിലെ മീഡിയം നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്ര എണ്ണമാണ്? 41 എണ്ണമാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നതോ 3 എണ്ണമാണ്. ഇനി 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ കേരളത്തിൽ എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 എണ്ണമാണ്. ഇനി കേരളത്തിൽ നദികൾ മലിനമാക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയ ബില്ല് പാസ്സാക്കുകയും കേരളത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക. ഇനി നമുക്ക് ഓരോ നദികളെക്കുറിച്ചും പഠിക്കാം. പെരിയാർ
നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇങ്ങനെ തന്നെ PSC എത്രയോ തവണ ചോദിച്ച ചോദ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രീവിയസ് ഒക്കെ വർക്കൗട്ട് വന്നതാണെങ്കിൽ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത്. 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് പെരിയാറാണ്. 244 കിലോമീറ്ററാണ്. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. അപ്പോൾ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പെരിയാറിൻ്റെ ഉത്ഭവം കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചോക്കാംപെട്ടിയിൽ നിന്നാണ് എന്നുള്ളത് കൂടി ഒന്ന് മക്കളെ ഓർത്ത് വച്ചേക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പെരിയാറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചൊക്കാംപെട്ടിയിൽ നിന്നാണ് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. നിലവിൽ PSC കൊടുത്തത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മല എന്നുള്ളതാണ് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം. ഇനി അതില്ലെങ്കിൽ മാത്രമാണ് ഏതിലേക്ക് പോകേണ്ടത്, ചോക്കാംപെട്ടി എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. ഓക്കെ, ഇനി പെരിയാറിനെ കുറിച്ചുള്ള മറ്റു പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് പെരിയാറാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എത്ര തവണയാണ് PSC ഇത് ചോദിച്ചേണ്ടെന്നുള്ളത് അറിയത്തില്ല, അത്ര തവണ ചോദിച്ച ചോദ്യമാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്, പെരിയാർ തന്നെയാണ്. അപ്പോൾ അർദ്ധശാസ്ത്രം. ഓക്കെ, അപ്പോൾ കൗടില്യൻ്റെ അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. അർദ്ധശാസ്ത്രത്തിൽ ഇതിനെ ചൂർണി എന്ന പേരിലാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. പെരിയാറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ അകത്ത് ഈ പ്രസ്താവനകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലയാർ, മുതിരപ്പുഴ ഇതൊക്കെയാണ് പെരിയാറിൻ്റെ പോഷക നദികൾ. മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാൻ കുട്ടിപ്പുഴ, ചെറുതോണിപ്പുഴ, ഇടമലയാർ തുടങ്ങിയവയാണ് പെരിയാറിൻ്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാറിൻ്റെ പോഷക നദികൾ മക്കളെ ഒന്ന് ഓർത്തേ, അതായത് ഒന്ന് മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാൻ കുട്ടിപ്പുഴ, ചെറുതോണിപ്പുഴ, ഇടമലയാർ. അപ്പോൾ ഈ 5 എണ്ണം ഒന്ന് ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പെരിയാറിൻ്റെ പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാൻ കുട്ടിപ്പുഴ, ചെറുതോണിപ്പുഴ, ഇടമലയാർ തുടങ്ങിയവയാണ് പെരിയാറിൻ്റെ പോഷക നദികളെന്ന് പറയുന്നത്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഒത്തിരി തവണ ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതാണ്? അത് ഇടുക്കി, എറണാകുളം 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. കേരളത്തിൻ്റെ ജീവരേഖ, കേരളത്തിലെ ഏറ്റവും വലിയ നദി, അതേപോലെ തന്നെ എന്താണ് അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെട്ട നദി. മുല്ലയാർ, മുതിരപ്പുഴയാണ് പെരിയാറിൻ്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പെരിയാർ എവിടെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി, എറണാകുളമാണെന്നുള്ളത് ഓർക്കുക. ഇനി മക്കളെ പെരിയാർ പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേമ്പനാട്ട് കായലിലാണ്. അപ്പോൾ പെരിയാർ പതിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേമ്പനാട്ട് കായലിലാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പെരിയാറാണ്. ജലവൈദ്യുത പദ്ധതികൾ നോക്കാം. ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. അപ്പോൾ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറിലെ ഒന്ന് ഓർത്തു വച്ചേക്കണം, ഇടുക്കി, അതേപോലെ തന്നെ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. അതാണ് ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. മറ്റ് പ്രധാന പോയിന്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി, ഇതും ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ്, മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി. ഇനി അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയാണ് മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ. 99-ലെ വെള്ളപ്പൊക്കം
പെരിയാറിൽ 1924 കൊല്ലവർഷം 1099 ഉണ്ടായ വലിയ വെള്ളപ്പൊക്കം. ഓക്കെ, അപ്പോൾ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ്. അത് നമ്മൾ നോക്കുവാണെങ്കിൽ 1924 കൊല്ലവർഷം നോക്കുവാണെങ്കിൽ 1099 ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് പെരിയാറിൽ എന്നുള്ളത് ഓർക്കുക. കൊടുങ്ങല്ലൂർ തുറമുഖം 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് നശിച്ചു പോയത്. അപ്പോൾ കൊടുങ്ങല്ലൂർ തുറമുഖം നശിക്കാനിടയായ വെള്ളപ്പൊക്കം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ചത് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് നദികളും അവയുടെ നീളവും അത് എത്ര മൈലാണ് എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. PSC ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ് ഈ പറയുന്ന നദികളും അവയുടെ നീളം എത്രയാണെന്നുള്ളത്. മിക്കപ്പോഴും കിലോമീറ്ററാണ് ചോദിക്കാറുള്ളത്, മൈൽ കണക്ക് വളരെ കുറവാണ് ചോദിക്കാറുള്ളൂ. പക്ഷേ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. പെരിയാർ 244 കിലോമീറ്റർ എത്ര മൈലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 151 മൈലാണ്. അപ്പോൾ പെരിയാർ 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. മൈൽ കണക്കാണെങ്കിൽ 151. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ് നീളം, അതിൻ്റെ മൈൽ കണക്കാണെങ്കിൽ 129. പമ്പയാണെങ്കിൽ 176 കിലോമീറ്ററാണ് നീളം, അതിൻ്റെ മൈൽ 109. ചാലിയാറാണെങ്കിലോ 169 കിലോമീറ്റർ, എത്ര മൈലാണ്? 105 മൈലാണ്. ചാലക്കുടിപ്പുഴ 145.5 കിലോമീറ്ററാണ് നീളം, അതിൻ്റെ മൈൽ 90. കടലുണ്ടിപ്പുഴ 130 കിലോമീറ്ററാണ് അതിൻ്റെ നീളം, കിലോമീറ്ററിൽ നോക്കുമ്പോൾ അതിൻ്റെ മൈൽ 80 മൈലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അച്ചൻകോവിലാർ 128 കിലോമീറ്ററാണ് നീളം, അത് എത്ര മൈലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 79. കല്ലട 121 അതിൻ്റെ നീളം എന്ന് പറയുന്നത്, കിലോമീറ്ററിൽ എത്രയാണ്? മൈൽ 75. മൂവാറ്റുപുഴ 121 കിലോമീറ്റർ, എത്ര മൈലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75 മൈലാണ്. വളപട്ടണം 110 അതിൻ്റെ മൈൽ 68. ചന്ദ്രഗിരിപ്പുഴ 105 കിലോമീറ്ററാണ് നീളം, അത് എത്ര മൈലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65 അതിൻ്റെ മൈൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, അതേപോലെ തന്നെ ചാലക്കുടിപ്പുഴ, ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് അതിൻ്റെ നീളം ഒന്നെങ്കിലും പഠിച്ചു വയ്ക്കണം. അപ്പോൾ പെരിയാർ 244, ഭാരതപ്പുഴ 209, പമ്പയാണെങ്കിൽ 176, ചാലിയാറാണെങ്കിൽ 169, ചാലക്കുടിപ്പുഴയാണെങ്കിൽ 145.5 കിലോമീറ്റർ ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് പൊതുവായ വിവരങ്ങളിലേക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ നദി നമ്മൾ പറഞ്ഞു ഏതാണ്? പെരിയാറാണ്. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് എത്ര തവണയാണ് ചോദിച്ചത് എന്നുള്ളതിനൊരു കണക്കില്ല, അത്ര തവണ ബേസ് ലെവലായിട്ട് ചോദിച്ച ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ പെരിയാർ. എത്രയാണ് ഇതിൻ്റെ നീളമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 244 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാർ 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 16 കിലോമീറ്ററാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചിട്ടുണ്ട്, കബനിയാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കബനിയാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് രാമപുരം നദിയാണ്, അല്ലെങ്കിൽ രാമപുരം പുഴ, അല്ലെങ്കിൽ രാമപുരം നദി എന്നാണ് പറയുന്നത്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് രാമപുരം നദിയാണ്. അതിൻ്റെ നീളവും ചോദിച്ചിട്ടുണ്ട്, 19 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്, ഓർത്തു വച്ചോ. ഓക്കെ, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് അയിരൂർ പുഴയാണ്. നീളം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 17 കിലോമീറ്ററാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ അയിരൂർ പുഴയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 കിലോമീറ്ററാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും അയിരൂർ പുഴയാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി നമ്മൾ പറഞ്ഞു മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? യെസ്, നെയ്യാറാന്നുള്ളതും ഓർക്കുക. അപ്പോൾ കേരളത്തിലെ വടക്കേ അറ്റം മഞ്ചേശ്വരം പുഴയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറാന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ബേസിക്കായിട്ട് എപ്പോഴും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ചോദിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ. ഇനി കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കബനിയാന്നുള്ളത് ഓർക്കുക. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാറാന്നുള്ളതും ഓർക്കുക.
കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് രാമപുരം നദിയാണ്. രാമപുരം നദിയുടെ നീളം ചോദിച്ചാൽ അത് 19 കിലോമീറ്റർ ആണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ, 17 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് അയിരൂർ പുഴയാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറാണ്. ഓക്കെ, ഇനി നമുക്ക് ഭാരതപ്പുഴ നമുക്ക് നോക്കാം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെരിയാറാണ്, 244 കിലോമീറ്റർ. എന്നാൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴ. എത്ര കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 209 കിലോമീറ്റർ ആണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായിട്ടുള്ള ഭാരതപ്പുഴയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഏതിൻ്റെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ആനമല എന്നാണ് ചോദിക്കാറുള്ളൂ. ഇനി കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഭാരതപ്പുഴയെ വെളിയങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്. മലപ്പുറത്തെ പൊന്നാനി കനാലാണ് ഭാരതപ്പുഴയെ വെള്ളിയങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്നത്. പൊന്നാനി കനാലാണ് മലപ്പുറം എന്നുള്ളത് ഓർക്കുക. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ 3 ജില്ലകൾ ഓർത്തു വെച്ചോ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മലപ്പുറം, തൃശ്ശൂർ, അതേപോലെ തന്നെ പാലക്കാട്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി, അപ്പോൾ ചൂർണി എന്നറിയപ്പെടുന്ന ഏതാ? അത് നമ്മുടെ പെരിയാറാണ്. അപ്പോൾ ഏതാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണെന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. അപ്പോൾ ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാന്നുള്ളത് മക്കളെ ഓർക്കുക. നിള എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നിള എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. നിള ഭാരതപ്പുഴ. ഓക്കെ, അപ്പോൾ നിള എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഭാരതപ്പുഴയാണ്. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ട നദി. ഓക്കെ, പ്രാചീന കാലത്ത് അറിയപ്പെട്ടു ഏതു പേരിലാണ്? പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഓക്കെ, അപ്പോൾ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നതാണ് കണ്ണാടിപ്പുഴ. അപ്പോൾ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണാടിപ്പുഴ. മാമാങ്കം നടത്തിയിരുന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയാണ്. മാമാങ്കം നടത്തിയിരുന്ന നദീതീരം ഭാരതപ്പുഴ. പാത്രക്കടവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കുന്തിപ്പുഴയിലാണ്, പാലക്കാട്. ഓക്കെ, അപ്പോൾ പാത്രക്കടവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കുന്തിപ്പുഴ, പാലക്കാടാണ്. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദിയായിരുന്നു ഏതെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ കുന്തിപ്പുഴ. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൂതപ്പുഴയാണ്. ഏതെന്ന് പറയുന്നത്? മീൻവല്ലം പദ്ധതി മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്. ഓക്കെ, കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൂതപ്പുഴയാണ്. കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദി? തൂതപ്പുഴ. തൂതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് സൈലന്റ് വാലിയാണ്. ഓക്കെ, അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്നാണ് തൂതപ്പുഴ ഉത്ഭവിക്കുന്നത്. അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയും, എന്നാൽ ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൂതപ്പുഴയാണെന്നുള്ളതും ഓർക്കുക. മറക്കരുത്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കുഞ്ഞൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയാണ്. അപ്പോൾ
കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശ്ശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ ഭാരതപ്പുഴയാണെന്നുള്ളത് ഓർക്കുക. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാ? അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനിയാണ്. ഓക്കെ, അപ്പോൾ ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലമാണ് പൊന്നാനി. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് പൊന്നാനി തുറമുഖമാണ്. അപ്പോൾ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊന്നാനി തുറമുഖമാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ, പ്രാചീന കാലത്ത് പേരാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദി കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെട്ടത് കണ്ണാടിപ്പുഴ. മാമാങ്കം നടത്തിയിരുന്ന നദീതീരമാണ് ഭാരതപ്പുഴ. പാത്രക്കടവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കുന്തിപ്പുഴ, പാലക്കാട്. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദിയാണ് കുന്തിപ്പുഴ. മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്. കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൂതപ്പുഴയാണ്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലി. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശ്ശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴ. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലമാണ് പൊന്നാനി. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പൊന്നാനി തുറമുഖമാണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. അടുത്തത് കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. അതായത് എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്, ചിലപ്പോൾ ഇതൊക്കെ മലയാളത്തിലും ചോദിക്കാറുണ്ട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്ന് അറിയപ്പെട്ടത് MT വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി. അപ്പോൾ രണ്ടും കൺഫ്യൂസിങ് ആണ്. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരും നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് P കുഞ്ഞിരാമൻ നായരാന്നുള്ളതും ഓർക്കുക. ഓക്കെ, ഇനി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന വസ്തുതകളിലേക്ക് നമുക്ക് നോക്കാം. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീല വിജ്ഞാന കേന്ദ്രമാണ്. നിള വിജ്ഞാന കേന്ദ്രം. ഓക്കെ, അപ്പോൾ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നിള വിജ്ഞാന കേന്ദ്രം. മേൽപ്പത്തൂർ നാരായണം ഭട്ടതിരിയുടെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാ? തിരുനാവായ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പ്രസിദ്ധമായ രചന ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് നാരായണീയം. മിനി പമ്പ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മിനി പമ്പ ഏതാണ്? ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതാണ് മിനി പമ്പ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ എന്താണ് മിനി പമ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? അതായത് ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതാണ് പിന്നീട് മിനി പമ്പ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പെരിയാറിനെ കുറിച്ചും അതേപോലെ തന്നെ ഭാരതപ്പുഴയെക്കുറിച്ചും അതേപോലെ തന്നെ കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് പഠിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.